അയൺമാൻ സ്റ്റീൽ കോർപ്പിന്റെ റോബോട്ടുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ആ റോബോട്ടുകൾ അയൺമാനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിക്കുന്നതോടെ അയൺമാന്റെ സ്യൂട്ടിന്റെ പവർ കുറയുകയാണ്. പെട്ടെന്ന് തന്നെ ഹൾക്ക് അവിടേക്ക് വന്നിട്ട് സ്റ്റീൽ കോർപ്പ് റോബോട്ടുകളെ ഡിഫീറ്റ് ചെയ്തിട്ട് അയൺമാനെ സേവ് ചെയ്യുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ റോബോട്ടുകൾ ഹൾക്കിന്റെ ഗാമ എനർജി അബ്സോർബ് ചെയ്ത് ഹൾക്കിനെ ബ്രൂസ് ബാനർ ആക്കുന്നു. അയൺമാൻ ബ്രൂസ് ബാനറിനെ സഹായിക്കാനായിട്ട് ആ റോബോട്ടുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൂസ് ബാനർ ഗാമ ബ്ലാസ്റ്റ് പുറപ്പെടുവിക്കുന്ന ഒരു വലിയ ഗണ്ണിന്റെ സഹായത്തോടെ ആ റോബോട്ടുകളെ ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആ റോബോട്ടുകൾ അവിടെ നിന്നും പോകുന്നു. ഈസ്റ്റ് റിവർ ന്യൂക്ലിയർ റിയാക്ടറിൽ ഗാമ എക്സ്പെരിമെന്റുകൾ നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അവഞ്ചേഴ്സ് പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകുന്നു. അവിടേക്കെത്തിയ അവഞ്ചേഴ്സും സ്റ്റീൽ കോർപ്പ് റോബോട്ടുകളുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും സ്റ്റീൽ കോർപ്പ് റോബോട്ടുകൾ അവഞ്ചേഴ്സിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്രൂസ് ബാനർ ഹൾക്ക് ബസ്റ്റർ ആർമറിൽ അവിടേക്ക് എത്തുന്നു. ഹൾക്ക് ബസ്റ്ററിന്റെ സഹായത്തോടെ അവഞ്ചേഴ്സ് സ്റ്റീൽ കോർപ്പ് റോബോട്ടുകളെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിക്കുന്നു. ബ്രൂസ് ബാനർ ഹൾക്ക് ബസ്റ്ററിന്റെ സഹായത്തോടെ ഒരു സ്റ്റീൽ കോർപ്പ് റോബോട്ടിന്റെ ഫേസിലേക്ക് ഒരു പഞ്ച് കൊടുക്കുമ്പോൾ ബ്രൂസ് ബാനർ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുവാണ്. അതായത് തന്നെ ആക്രമിച്ചത് തന്റെ പഴയ ലാബ് അസിസ്റ്റന്റ് ആയ ഇഗോർ ഡെങ്കറോവ് ആണെന്ന്. ഇഗോർ ഡെങ്കറോവ് കാരണമാണ് ബ്രൂസ് ബാനർ ഹൾക്ക് ആയത്. എന്നാൽ ഇഗോർ ഡെങ്കറോവിന് ഹൾക്ക് ആകണം. അതിനു വേണ്ടിയിട്ട് ഗാമ എക്സ്പെരിമെന്റ് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ് ഇഗോർ ഡെങ്കറോവ്. ഇഗോർ ഡെങ്കറോവ് അയൺമാനെയും ഹൾക്ക് ബസ്റ്ററിനെയും കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിക്കുന്നു. അത് കണ്ട തോർ പെട്ടെന്ന് തന്നെ തന്റെ ലൈറ്റ്നിങ് പവർ യൂസ് ചെയ്ത് ഡെങ്കറോവിനെ ആക്രമിക്കുന്നു. ഡെങ്കറോവ് പെട്ടെന്ന് തന്നെ ഗാമ ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് ജമ്പ് ചെയ്ത് അതിലെ ഗാമ എനർജി അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബ്രൂസ് ബാനർ ഹൾക്ക് ബസ്റ്ററിന്റെ സഹായത്തോടെ ആ ഗാമ ന്യൂക്ലിയർ റിയാക്ടറിൽ വെള്ളം കയറ്റി ആ ന്യൂക്ലിയർ റിയാക്ടറിന്റെ പവർ ഇല്ലാതാക്കുന്നു. തനിക്ക് ഇനി രക്ഷയില്ലെന്ന് കണ്ട ഡെങ്കറോവ് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. ബ്രൂസ് ബാനർ ആകെ നിരാശയിലാണ്. ബ്രൂസ് ബാനർ സ്ട്രീറ്റിലൂടെ നടക്കുന്നത് ഡെങ്കറോവ് കാണുകയാണ്. ഡെങ്കറോവ് ഒരു ഡിവൈസ് ഷൂട്ട് ചെയ്ത് ബ്രൂസ് ബാനറിനെ ബോധം കെടുത്തുന്നു. പിന്നീട് ബ്രൂസ് ബാനർ നോക്കുമ്പോൾ ബ്രൂസ് ഡെങ്കറോവിന്റെ ബേസിലാണ്. ഡെങ്കറോവ് ബ്രൂസ് ബാനറിനെ പിടികൂടിയിട്ട് ഗാമ എക്സ്പെരിമെന്റ് റീക്രിയേറ്റ് ചെയ്ത് ബ്രൂസ് ബാനറിന്റെ ബോഡിയിലുള്ള അവസാന ഗാമ എനർജിയെ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് അവിടേക്ക് വന്നിട്ട് സ്റ്റീൽ കോപ്പ് റോബോട്ടുകളുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടത്തുന്നു. ഈ സമയത്ത് ബ്ലാക്ക് വിഡോ ബ്രൂസ് ബാനറിനെ സേവ് ചെയ്യുകയാണ്. ഡെങ്കറോവ് ഗാമ എനർജിയുടെ പകുതി അബ്സോർബ് ചെയ്യുന്നതോടെ കൂടുതൽ പവർഫുൾ ആയി. അവഞ്ചേഴ്സിന് അധിക നേരം ഡെങ്കറോവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഈ സമയത്ത് ബ്രൂസ് ബാനർ ഗാമ എക്സ്പെരിമെന്റ് റീക്രിയേറ്റ് ചെയ്ത് ഗാമ എനർജി മൊത്തം അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഡ്രങ്കോവ് അവഞ്ചേഴ്സിനെ ഡിഫീറ്റ് ചെയ്ത് അവഞ്ചേഴ്സിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഹൾക്ക് അവിടേക്ക് വന്നിട്ട് ഡെങ്കറോവിനെ ഹൾക്ക് സ്മാഷ് ചെയ്യുന്നു. ഹൾക്കും ഡെങ്കറോവും തമ്മിലുള്ള ഒരു വമ്പൻ പോരാട്ടത്തിന്റെ ഇടയിൽ ഹൾക്കിന്റെ സഹായത്തോടെ അവഞ്ചേഴ്സ് ഡെങ്കറോവിനെ പിടികൂടുന്നു. അതുമാത്രമല്ല ഗാമ ട്രെയിനിങ് മെഷീൻ ഉപയോഗിച്ച് ഡെങ്കറോവിനെ നോർമൽ ആക്കുന്നു. ഹൾക്ക് പെട്ടെന്ന് ബ്രൂസ് ബാനർ ആവുകയും ബ്രൂസ് ബാനർ ഡെങ്കറോവിനെ തറ പറ്റുകയും ചെയ്യുന്നു. നമുക്കെന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.